ഇന്നൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? ഇത് പണ്ട് കാലത്ത് മുതലേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചായക്കടിയാണ്. ഇതിലേക്ക് 3 മുട്ട നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള ചേർത്ത് കൊടുക്കട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നല്ലോണം അലിയിച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് മൈദൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് 3-4 ബോൾസാക്കി എടുക്കാം. അതിനുശേഷം ഇത് കുറച്ച് തടിയിൽ തന്നെ പരത്തിയെടുക്കണേ. അധികം നേർത്ത് പോവാതെ ശ്രദ്ധിക്കണേ. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് നമുക്ക് ചായക്കടിയായിട്ട് കൊടുക്കാം. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ചായക്കടിയാണ്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പം ഇത് നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ അടിപൊളി ചായക്കടി റെഡിയായി കേട്ടോ. ഇതിന് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. നമ്മളെ കണ്ണൂരൊക്കെ ഇതിന് കേക്കപ്പം എന്നാണ് പറയാറ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.